പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾ ഇമാമായി നിൽക്കുന്നതിൽ വിരോധമുണ്ടോ? വഖാല ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ലാ ബഅസ ബി ഇമാമത്തി സബി ഇദാ കാന ഖദ് അക്മല 7 സിനീൻ ഔ അക്തറ വഹുവ യുഹ്സിനു സ്സലാ. ശൈഖ് ഇബ്നു ബാസ് ഇക്കാര്യത്തിൽ അഭിപ്രായപ്പെടുന്നത്, ചെറിയ മക്കൾ 7 വയസ്സ് പൂർത്തിയാക്കിയ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വയസ്സുള്ള മക്കൾ ഇമാമത്ത് നിൽക്കുന്നതിൽ വിരോധമില്ല. നന്നായി നിസ്കരിക്കാൻ അറിയാം, അപ്രകാരം തന്നെ നല്ല ഖിറാഅത്തുണ്ട്, ഇത്യാദി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഇമാമത്ത് നിൽക്കുന്നതിൽ വിരോധമില്ല. ലഅന്നഹു സബത അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദുല്ലു അലാ ദാലിക് വലകിൻ അൽ-അഫ്ളൽ അൻ യഖ്താറ അൽ-അഖറ മിനൽ ജമാഅ ഫഇൻ കാനൂ ഫിൽ ഖിറാഅത്തി സവാ ഫഅലമുഹും ബിസ്സുന്നah فإن كانوا في السنة سواء فأقدمهم حجرة فإن كانوا في الحجرة سواء فأكبرهم سنة كما صح ذلك عن النبي صلى الله عليه وسلم. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത്തരത്തിൽ കുട്ടികൾ ഇമാമത്ത് നിൽക്കാൻ പാടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഹദീസുകൾ സ്വീകാര്യമായി വന്നിട്ടുണ്ട്. എങ്കിലും കൂട്ടത്തിൽ കൂടുതൽ ഖിറാഅത്ത് അറിയുന്ന വലിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠത. എല്ലാവരും ഖിറാഅത്ത് അറിയുന്നതിൽ സമന്മാരാണെങ്കിൽ നബിചര്യ കൂടുതൽ അറിയുന്നവനെ മുന്തിക്കണം. എല്ലാവരും നബിചര്യ അറിയുന്നതിലും സമന്മാരാണെങ്കിൽ ഹിജ്റ പോയവരിൽ ഏറ്റവും ആദ്യം പോയവരെ പരിഗണിക്കണം. എല്ലാവരും ഹിജ്റ പോയവരിൽ തുല്യരാണെങ്കിൽ കൂടുതൽ പ്രായമുള്ള ഖിറാഅത്തുള്ള നബിചര്യ കൂടുതൽ അറിയുന്ന ആളുകളെയാണ് പരിഗണിക്കേണ്ടതെന്ന് ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ ഈ ഫത്വയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീനും ഇത് സംബന്ധമായ ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. തസിഹു ഇമാമത്തു സബി ബിമൻ ഹുവ അക്ബർ മിൻഹു സിന്ന ലകിൻ ഇൻ കാന അല്ലദി ഹുവ അക്ബർ സിന്ന മിൻഹു ഖദ് ബല ഫഇന്നൽ മശ്ഹൂർ ഫിൽ മദ്ഹബി അന്നഹാ ലാ തസിഹു ഇമാമത്തു സബി ഫിൽ ഫർദ് ഖാസ്സ വസഹീഹ് ജവാസ് ദാലിക്. ചില പണ്ഡിതന്മാർ ഫർദിൽ കുട്ടികൾ പ്രായപൂർത്തി ആയിട്ടില്ലാത്ത വകതിരിവുള്ള കുട്ടികൾ ഫർദ് നമസ്കാരത്തിൽ ഇമാമായി നിൽക്കൽ സ്വീകാര്യമല്ല എന്ന് അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും സ്വീകാര്യമായ അഭിപ്രായം അത് ജായിസാണ് എന്നുള്ളതാണെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീനെ പോലുള്ളവർ വിശദീകരിക്കുന്നതായി കാണാം. ഫർദ് നമസ്കാരമായാലും സുന്നത്ത് നമസ്കാരമായാലും പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത വകതിരിവുള്ള കുട്ടികൾ ഇമാമത്ത് നിൽക്കുന്നതിൽ വിരോധമില്ല, അനുവദനീയമാണെന്ന് അംർ ബിൻ സലമയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.